എടി ദേവി, ഇന്ന് വന്നൊരു കാര്യം ചോദിക്കട്ടെ. നീ എനിക്കിട്ട മെസ്സേജ് ഞാൻ നോക്കും മുമ്പേ നീ എന്തിനാ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? പറയടി, നീ എന്തിനാ അങ്ങനെ കളഞ്ഞത്? നീ ആരെ ഇങ്ങനെ പേടിക്കുന്നത്? എന്ത് ഏട്ടൻ എന്നെ സംശയമാണെന്നോ? ഓഹോ, കാര്യം ചോദിക്കുമ്പോഴൊക്കെ സംശയമാണല്ലേ? അന്നൊരു പണിയാടി, നാളെ മുതൽ ഞാനേ എൻ്റെ വായിലേ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച് വെക്കാം കേട്ടോ. എന്താണ്, സംശയ രോഗിയാണെന്നോ? അതെ, അത് ശരി, ഇപ്പം അങ്ങനെ ആയോ? നീ ചോദിക്കുന്നതിനൊക്കെ മറുപടി ഞാൻ പറയുമ്പോൾ ഞാൻ സംശയ രോഗിയാണല്ലേ? അങ്ങനെയാണല്ലേ? അത് ശരി. എന്താണ്, എനിക്ക് സ്കൂളിൽ വർക്ക് കുറേ ഉണ്ടായിരുന്നു, അതാണ് 8 മണി വരെ ഇരുന്നതെന്ന്. ആയിക്കോട്ടെ. അല്ല, നീ എന്തിനാ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? എന്ത്, കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ആൾ നോക്കുന്നു? അതെന്തിനാടി അയാൾ നിൻ്റെ ഫോണെടുത്ത് നോക്കുന്നത്? നിൻ്റെ ഫോണിൽ ലോക്ക് സിസ്റ്റം ഒന്നുമില്ലേ? അല്ല, അറിയാൻ പാടില്ലാണ്ട് അയാൾ എന്തിനാണ് നിൻ്റെ ഫോണെടുത്ത് നോക്കുന്നത്? എന്താണ്, അത് സ്കൂളിലെ നിയമമാണെന്ന്? കൊള്ളാമല്ലോ, മറ്റു സ്കൂളിലൊന്നും ഇങ്ങനത്തെ നിയമമില്ലല്ലോ, നിൻ്റെ സ്കൂളിൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ. ശരി ശരി, ആയിക്കോട്ടെ കേട്ടാ. ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നുമില്ല, പറയുന്നുമില്ല. ഞാനിങ്ങനെ ചോദിക്കുന്നതും പറയുന്നതൊക്കെയാണല്ലോ നിൻ്റെ വിഷയം. ഞാൻ ഇന്നു മുതലൊന്നും മിണ്ടുന്നില്ല. എല്ലാം പോട്ടെ. ഏട്ടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വരും, എൻ്റെ ചക്കരയല്ലേ. എന്താണ്, സംശയ രോഗിക്ക് ഉമ്മ തരൂല്ലെന്നും? അത് ശരി, തരൂല അല്ലേ? അന്നൊരു പണിയായി, നീ ആർക്കാണെന്ന് വെച്ചാൽ പോയി കൊടുത്തു. നീ നിന്നോട് ഞാൻ ഒന്നും ചോദിക്കാനും പറയാനും വരുന്നില്ല കേട്ടോ. നിൻ്റെ ഇഷ്ടം പോലെയൊക്കെ നീ അയക്കും, ഞാൻ പോയാണ്. ഞാൻ നിന്നോട് ഒന്നും ചോദിക്കണമില്ല, പറയണമില്ല. നീ ആർക്കാന്ന് വെച്ചാൽ ഉമ്മ കൊടുക്കേ, നിൻ്റെ ഇഷ്ടം പോലെ നടക്കേ, പെരുമാറിയേ, ഫോൺ കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തു. എന്താണ്, എനിക്ക് ഭ്രാന്താണെന്നോ? അതേടെ, എനിക്ക് ഇത്തിരി ഭ്രാന്തൊക്കെ ഉണ്ട് കേട്ടാ. എനിക്ക് ഭ്രാന്താണ്. നീ ഇനി എന്നോട് മിണ്ടാൻ വരണ്ട, പോ എവിടെ എന്ന് വെച്ചാൽ.